ഹലോ ഡിയേഴ്സ്, ഇനി നമുക്ക് നല്ല സിമ്പിളായിട്ടൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിതാ മല്ലിയിലയും ലെമണും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിയിലും ലെമൺ എന്തായാലും വേണം കേട്ടോ, അതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ രണ്ട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലെമൺ റൈസ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും ഉള്ളി എടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഇതിൻ്റെ കൂടെ വേണം തക്കാളിയും ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടി നോക്കുന്ന വേവിച്ച റൈസ് വേണം. ഞാൻ സോനാ മസൂർ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിനുശേഷം നമ്മളൊരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിലക്കടല ലെമൺ റൈസിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നിലക്കടലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. ലെമൺ റൈസിനൊക്കെ നമ്മുടെ വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ആക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കളറൊന്ന് ചേഞ്ച് ആവുമല്ലോ നമ്മുടെ കടലയുടെ. ആ സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. നമുക്ക് തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് ആ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം നമ്മുടെ ലെമൺ റൈസൊക്കെ മഞ്ഞ കളറിലാണ് ഉണ്ടാവാറ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് സോനാ മസൂരി റൈസാണ്. നമുക്ക് നോർമൽ റൈസും ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയുകൊണ്ടാണ് ഈ റൈസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസ് ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പിന്നെ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ചെറുനാരങ്ങ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയൊക്കെ വേണ്ടി വരും കേട്ടോ. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ റൈസിനൊക്കെ നല്ല മഞ്ഞ കളർ വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തിടാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം പീനട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്